ആളും തരവും നോക്കി തടയണ്ടേ? പോലീസുകാർ സ്വകാര്യ സുരക്ഷാ ജോലികൾ നോക്കുന്ന ബൗൺസേഴ്സ് എന്നറിയപ്പെടുന്നവരോടാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലേക്ക് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ ദളിത് ലീഗ് നടത്തിയ മാർച്ചിനെ നേരിടാനെത്തിയത് ഈ ബൗൺസേഴ്സ് ആണ്. നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ കോളേജിന് സുരക്ഷയ്ക്കായിട്ടാണ് സ്വകാര്യ ഏജൻസിയിൽ നിന്ന് ബൗൺസേഴ്സിനെ ഏർപ്പെടുത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ കോളേജിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് കോളേജ് മാനേജ്മെന്റ് ബൗൺസേഴ്സിനെ സുരക്ഷാ ജോലിക്കായി നിയോഗിച്ചത്. സാധാരണഗതിയിൽ സെലിബ്രിറ്റികൾക്ക് സുരക്ഷയൊരുക്കാനും ആരാധകരുടെ തള്ളിൽ നിന്ന് രക്ഷപ്പെടുത്താനുമൊക്കെയാണ് ബൗൺസേഴ്സിനെ നിയോഗിക്കുന്നത്. ഇവിടെ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് മാനേജ്മെന്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ബൗൺസേഴ്സിനായി എത്തുന്നവരുടെ മസില് കാണിച്ച് ബാക്കിയുള്ള കുട്ടികളെ പേടിപ്പിക്കാനുമാണ് കോളേജ് ലക്ഷ്യം വെച്ചത്. ഇവിടേക്കാണ് മാർച്ചുമായി ദളിത് ലീഗ് എത്തിയത്. പിന്നാലെ തടയുവാൻ ഈ പറഞ്ഞ ബൗൺസേഴ്സ് എത്തിയെങ്കിലും ദളിത് ലീഗ് പ്രവർത്തകരുടെ കൈയുടെ ചൂട് അറിഞ്ഞു കാണും. തങ്ങളെ പോലീസ് തടഞ്ഞോട്ടെ, അവർക്കതിന് അധികാരമുണ്ട്. ഇവന്മാർ ആരാണെന്ന് ചോദിച്ചാണ് ദളിത് ലീഗ് സ്വകാര്യ സുരക്ഷാ ഏജൻസിക്ക് നേരെ തിരിഞ്ഞത്. ബൗൺസേഴ്സിനെ സംബന്ധിച്ച് അവരെ ഏൽപ്പിച്ച് ജോലി ചെയ്യുക എന്നത് മാത്രമാണ് ഉത്തരവാദിത്തം. എങ്കിലും ജനാധിപത്യമായ മര്യാദകൾ പാലിച്ചു നടക്കുന്ന സമരത്തെ തടഞ്ഞു നിർത്താനോ പ്രവർത്തകരെ മർദ്ദിക്കുവാനോ അവകാശമില്ല. എന്തായാലും ദളിത് ലീഗ് ശക്തമായി പ്രതിരോധിച്ചതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിൻവലിഞ്ഞു. ആ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. അല്ല ഇവ ശക്തി കയറില്ല. പാവപ്പെട്ട മരിച്ചില്ലായിരുന്നു. അവൻ അറസ്റ്റ് ചെയ്യണം. അവൻ അറസ്റ്റ് ചെയ്യും. അന്റെ പണി എടുക്കല. ഇങ്ങനെ കയറില്ല, ഇങ്ങനെ കയറില്ല. ഞങ്ങൾ തർക്കങ്ങളാണോ? ഞങ്ങൾ മാന്യമായി സമരം ചെയ്യല്ലേ സാർ? ഞങ്ങൾ സമരം ചെയ്യാൻ അറസ്റ്റ് ചെയ്യോ, അറസ്റ്റ് ചെയ്യോ. ഇല്ല, ഇവരെ അറസ്റ്റ് ചെയ്യാൻ വിടില്ല. നമ്മൾ അറസ്റ്റ് ചെയ്യും. അവരെ അറസ്റ്റ് ചെയ്യണം. അവരെ